ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നോമ്പ് തുറയ്ക്ക് നമ്മൾ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. അതായത് നോൺ വെജിൻ്റെ കുറേ കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെറിയ രീതിയിലല്ലേ തുടങ്ങുന്നത്. കട്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈന്തപ്പഴമൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ പാനീയങ്ങൾ കുടിക്കുന്നു. പിന്നെ ഒരു ഡിന്നർ എന്ന് പറയുമ്പോൾ അത് നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്ത വലിയ വലിയ വിഭവസമൃദ്ധമായ രീതിയിലും ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഒരു നോമ്പ് തുറയുമാകാം. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ പലതരം കഞ്ഞി നമ്മൾ കുടിക്കാറുണ്ടല്ലോ, അതെല്ലാ സ്ഥലത്തും ഉള്ളതാണ്. വ്യത്യസ്തമായ പലതരം കഞ്ഞി. ഇപ്പോൾ തിരുവിതാംകൂട് പോലെയുള്ള സ്ഥലം, തിരുവിതാംകൂട് എന്ന് പറയുമ്പോൾ തമിഴ്നാട് ആണ്, പക്ഷേ നമ്മുടെ കേരള ബോർഡറായിട്ട് വരും. കേരളത്തിൻ്റെയും തമിഴ്നാട് സ്റ്റാർട്ടിങ് ആ ഒരു ഭാഗത്താണ് തിരുവിതാംകൂട് ഉള്ളത്. ആ ഭാഗത്തൊക്കെയുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കാനറിയാം. അവിടുത്തെ വേറൊരു രീതിയാണ്. അപ്പോൾ പല ഡിസ്ട്രിക്റ്റിലും പല സ്റ്റേറ്റിലും പല രീതിയായിരിക്കുമല്ലോ. അപ്പോൾ പല സ്ഥലത്തും, അല്ല ഏകദേശം എല്ലാ സ്ഥലത്തും തന്നെ പള്ളികളിൽ നിന്നുമൊക്കെ ഇതുപോലെ കഞ്ഞിയും പിന്നെ അതുപോലെ കറിയും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ചിക്കൻ കഞ്ഞി, പിന്നെ മീറ്റ് കഞ്ഞി, അങ്ങനെ പലതരം കഞ്ഞിയൊക്കെ. അപ്പോൾ അതുപോലെ തിരുവിതാംകൂട് ഭാഗത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്, അവിടെ വീടുകളിലും പള്ളിയിലും ഒക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രത്യേകതരം കഞ്ഞി, അതായത് ചുക്ക് കഞ്ഞി. ചുക്ക് കഞ്ഞി അതിൻ്റെ കൂടെ കൊടുക്കുന്നത് കിഴങ്ങ് കറിയാണ്. കിഴങ്ങെന്ന് പറയുമ്പോൾ പൊട്ടറ്റോ അല്ല, കിഴങ്ങ് കറി എന്ന് ഉദ്ദേശിക്കുന്നത് കപ്പ വെച്ചിട്ടുള്ള ഒരു പുഴുക്ക് മാതിരി ചെയ്യുന്നതാണ് കിഴങ്ങ് കറി. അപ്പോൾ കിഴങ്ങ് കറിയും ചുക്ക് കഞ്ഞിയും അവിടുത്തെ ഒരു വലിയ ഫേമസ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കോംബോയാണ് ഈ ഒരു നോമ്പ് കാലത്ത്. അപ്പോൾ അത് ഞാൻ പണ്ട് അതുവഴിയൊക്കെ സഞ്ചരിക്കുക, നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പോയപ്പോൾ ആ ഒരു സമയത്തൊക്കെ അത് കഴിച്ചു. അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മാജിക് അവനിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ കാര്യമാണ്. അപ്പോൾ അത് വളരെ സ്വാദാണ്, സിമ്പിളാണ്, ആർക്കും ചെയ്യാം, ചിലവില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നല്ലതാണ്, നമുക്ക് വയറൊക്കെ നിറയും, നല്ല കൂളിംഗാണ്, ഭയങ്കര രസമായിട്ട് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഞാൻ ചെയ്യാൻ പോണു. ഓക്കെ. പക്ഷെ നല്ല വേകുന്ന കപ്പയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. പിന്നെ ഉണ്ടാക്കുന്ന കഞ്ഞി എന്ന് പറഞ്ഞാൽ പച്ചരിയിലാണ് ചെയ്യുന്നത്. അവിടെയെല്ലാം സാധാരണ പച്ചരി, ചോറ് വയ്ക്കുന്ന പച്ചരി, ചമ്പാവരിയല്ല പച്ചരി. പിന്നെ ചമ്പാ പച്ചരിയിലും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ജനറലി അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ ചെയ്തു, നല്ല വെന്ത് നല്ല കുഴഞ്ഞ ഒരു കഞ്ഞി, ആ തേങ്ങയൊക്കെ ചേർത്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചുക്ക് കഞ്ഞി ആദ്യം ചെയ്യാൻ പോകണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിഴങ്ങ് കറിയും ഉണ്ടാക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ചുക്ക് കഞ്ഞിക്കുള്ള അരപ്പാദ്യം റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയതിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് കുമിച്ചെടുക്കുക മുഴുവൻ മല്ലി, മല്ലിപ്പൊടിയല്ല മുഴുവൻ മല്ലിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർക്കാം. നിറച്ചെടുക്കണം കേട്ടോ. 4 വലിയ അല്ലി വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഉപയോഗിച്ച് മിക്സിയിൽ വലിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട്, നന്നായിട്ടെന്ന് പറയുമ്പോൾ അരപ്പ് നന്നായിട്ട് അരയണം, പക്ഷെ ചെറിയ തരി ആയാലും കുഴപ്പമില്ല. അരപ്പ് റെഡി. ഒരു പേസ്റ്റി ആയിട്ട് തോന്നും, പക്ഷെ ചെറിയ ചെറിയ തരികളുണ്ടാവും കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മുടെ തേങ്ങ അരപ്പ് റെഡിയാക്കി കഴിഞ്ഞു ചുക്ക് കഞ്ഞിക്കുള്ള. ഇനി ചുക്ക് കഞ്ഞിക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഏതാണ്ട് തിളയ്ക്കാറായി. 1 കപ്പ് കഴുകിയെടുത്ത പച്ചരി, ഇത് നല്ല ഇനം പച്ചരി, നല്ല വേകുന്ന പച്ചരിയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ, വെള്ളത്തിൽ കിടന്ന് വേകണം. ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേഗമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കുതിർത്തതാണ്, അതും കൂടി ചേർക്കുന്നു. കുതിർത്ത ഉലുവയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ മതി. കുതിർക്കാത്ത ഉലുവയാണെങ്കിൽ ആദ്യമേ തന്നെ ചേർക്കണം. ഇനി ഇത് ഒന്നിച്ച് കിടന്ന് വേകട്ടെ, ഉലുവയും അരിയും എല്ലാം കൂടി. അരി ഏകദേശമൊക്കെ വെന്തിട്ട് പകുതി വേഗ് കഴിഞ്ഞു. നോക്കിയേ, നമ്മുടെ കഞ്ഞി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചതാണിത്, അതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്താണല്ലോ അരച്ചത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കണു. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം, അരപ്പ് അരച്ച ജാറാണ്, ആ വെള്ളവും കൂടി ഒഴിക്കുന്നത്. ഏകദേശം ഒരു 1-1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ആ അരപ്പിനോടൊപ്പം, അരപ്പ് കഴുകിയിട്ട്. ഇനി ഒരു 5 മിനിറ്റ് എല്ലാം കൂടി കിടന്നൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ആ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറും. 5 to 7 മിനിറ്റ്സ് തിളപ്പിക്കാം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. നോക്കിയേ, നമ്മുടെ ചുക്ക് കഞ്ഞി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ കഞ്ഞി റെഡിയാക്കിയിരിക്കുന്നത്. ഇത് ഇരുന്ന് കുറുകുകയാണെങ്കിൽ, ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ആണെങ്കിൽ ഇത് ഓക്കെ. അതല്ല വെച്ച് കുറച്ച് നേരം കഴിഞ്ഞൊരു ഇച്ചിരി കൂടെ ഒന്ന് തണുത്തിട്ട് കുടിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും. അന്നേരം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് കിട്ടും. ഇത് റെഡിയാണ് കിഴങ്ങ് കറിയുടെ കൂടെ കഴിക്കാനായിട്ട്.
ഇതിങ്ങനെ തന്നെ കുടിക്കാം, താളിപ്പൊന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ചില ആൾക്കാർ താളിക്കും, കൂടുതൽ ആൾക്കാരും താളിക്കാതെയാണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നതും കുടിക്കുന്നത്. പക്ഷേ ഞാൻ ഇച്ചിരി താളിക്കാൻ പോവുകയാണ്. കുറച്ച് നെയ്യ്, ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നു. നെയ്യ് ഉരുകിയിട്ട്, അപ്പോൾ നെയ്ക്ക് പകരം വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ. ഉരുകി തുടങ്ങി, നല്ല ചൂടാകുന്നു. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 6-7 എടുക്കണം. കുറച്ച് വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണെങ്കിൽ 4-5 മതി. സ്ലൈസസ് ആയിട്ട് കനം കുറച്ച് മുറിച്ചത്, അതും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാം. ഉള്ളി പാകത്തിന് മൂത്ത് കഴിഞ്ഞു, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് ആ ഒരു നെയ്യോടുകൂടി തന്നെ കഞ്ഞിയുടെ മുകളിലേക്ക് ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഈ താളിച്ചൊഴിക്കുന്നത്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനുള്ള കിഴങ്ങ് കറിയും കൂടി തയ്യാറാക്കാം. കപ്പ വേവിക്കാനുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നു തുടങ്ങി. അപ്പോൾ ഇതിൽ വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ 2 വെള്ളത്തിലാണ് ഊറ്റിയെടുക്കേണ്ടത്. അപ്പോൾ കപ്പ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നു, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തിളയ്ക്കാന്ന് വെച്ചാൽ 5 മിനിറ്റ് തിളയ്ക്കുമ്പോൾ ഒരു അരപ്പാകം വേകും. അന്നേരം തന്നെ ഊറ്റണം. ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേകുന്ന കപ്പയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 5-7 മിനിറ്റ് മതി നല്ല വേകുന്ന കപ്പയാണെങ്കിൽ. പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റണം. ആദ്യത്തെ ഒരു പകുതി വേഗമായി വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയിട്ട് കൊണ്ടുവരാം. വീണ്ടും അതേ പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് ഫ്രഷ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. അതിലേക്ക് അരപ്പാകിൽ വെന്ത് നമ്മൾ ഊറ്റി മാറ്റിയ കപ്പ ചേർക്കുന്നു. അപ്പോൾ അതിൻ്റെ കട്ട് കളയാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനൊരു കയ്പും അത് നല്ലതല്ല, അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതിൻ്റെ കട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്പ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ 2 വെള്ളം അല്ലെങ്കിൽ 3 വെള്ളമൊക്കെ തിളപ്പിച്ച് ഊറ്റാൻ്റെ ആവശ്യമുണ്ട് കപ്പ എന്ന് പറയുമ്പോൾ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലോ, ഇനിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വേകട്ടെ. നന്നായിട്ട് വെന്തിട്ട് ഊറ്റാം. കപ്പ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നോക്കട്ടെ, ഒരു സ്പൂൺ കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇതേ നോക്കൂ, കുത്തി നോക്കുമ്പോൾ മനസ്സിലായല്ലോ, നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെന്തു എന്നാണ്. ഇപ്പോൾ കറക്റ്റ് വേഗിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഊറ്റി അപ്പം തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ ഊറ്റിയിട്ട് വരാം. ഇതേ ഊറ്റിയെടുത്ത ചൂട് കപ്പ ഇനി തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചിരട്ട തവിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഏത് തവിയാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. ഈ നന്നായിട്ട് ഉടയ്ക്കുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കരുത് കേട്ടോ. കാര്യം ഇത് നന്നായിട്ട് വെന്തിരിക്കുന്ന കപ്പയാണ്. കുറച്ച് പകുതി ഉടഞ്ഞ കഷ്ണങ്ങളും വേണം. ഈ രീതിയിലൊന്ന് ഉടച്ചെടുക്കാം. ഇടയ്ക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നത് നല്ലതാണ്. കാര്യം അല്ലെങ്കിൽ ഇത് കുറച്ച് ടൈറ്റായി പോകും. അപ്പോൾ ഇത് ഇങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. അതെ, ഉടച്ച കപ്പ റെഡി. ഇനി ഇതിൽ അരപ്പാണ് വേണ്ടത്. അപ്പോൾ അരപ്പും കൂടി റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയതിൽ 2 വലിയ അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് മതി, കാരണം നമ്മൾ കപ്പയിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തു. അപ്പോൾ കപ്പയ്ക്ക് നല്ല മഞ്ഞ നിറമുണ്ട്. അപ്പോൾ ഇനി ഇത് 1/4 ടീസ്പൂൺ. മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ നിറച്ച് പിരിയൻ മുളകിൻ്റെ പൊടി, അതായത് കുമിച്ചെടുക്കുക ഫുള്ളായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സി ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഈ അരപ്പ് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർക്കാം. അരപ്പും കൂടി ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വീണ്ടും അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഈ ചെറിയ തീയിൽ കടന്നിട്ട് ഒന്ന് വേകട്ടെ. അതായത് അരപ്പൊന്ന് വേകണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അരപ്പിനൊരു പച്ചച്ചുവ ഉണ്ടാകും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. നന്നായിട്ട് മിക്സിങ്. ഇപ്പോൾ തളയൊക്കെ വന്നു തുടങ്ങി, പൊട്ടി വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പിൻ്റെ പച്ചച്ചുവ മാറ്റാം. നമ്മുടെ കിഴങ്ങ് കറിയും റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് താളിച്ചിടാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങി, 4 വറ്റൽ മുളക് മുറിച്ചിടാം, കറിവേപ്പില. ആഹാ, താളിപ്പും റെഡി. ഇനി ഇത് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പയുടെ മുകളിലേക്ക് ഒഴിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ
കിഴങ്ങ് കറി റെഡി. ഇനി ചുക്ക് കഞ്ഞിയും കപ്പയും കൂടി ഒന്നിച്ച് കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ 2 കാര്യങ്ങളും റെഡിയാണ്. നമ്മുടെ ചുക്ക് കഞ്ഞിയും റെഡി, അതുപോലെ തന്നെ കിഴങ്ങ് കറിയും റെഡി. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. സത്യത്തിൽ നല്ല ചൂടായിട്ട് ഇങ്ങനെ കഴിക്കാം. നന്നായിട്ട് വെന്ത നല്ല കഞ്ഞിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി നല്ലതായിട്ട് വേവിച്ച് തന്നെ എടുത്ത്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് വിളമ്പും. ഇത് നോക്കിയാൽ 1 കപ്പ് റൈസിലുണ്ടാക്കിയാണ് എന്തോരം ഉണ്ട്. അപ്പോൾ നമുക്കൊരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇത് 1/2 കിലോ കിഴങ്ങാണ്. അതും നല്ല എളുപ്പത്തിൽ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇനി പ്ലേറ്റിലേക്ക് വിളമ്പട്ടെ. ആഹാ, നല്ല ഒന്നാം തരം കിഴങ്ങ് കറി. നല്ല വെന്ത കപ്പ ആയതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് വരുന്നത്. കണ്ടു. ഇതിപ്പോൾ ഞാനത് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം ഇതൊരു ഓറഞ്ച് കളർ കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ പച്ചമുളകായാലും മതി, 3-4 പച്ചമുളക് ചേർത്താലും മതി. അത് നമ്മുടെ ഇഷ്ടം. കഞ്ഞി നോക്കിയേ, ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉലുവയെല്ലാം ഇതിനകത്ത് കിടന്ന്, അത് കുതിർത്ത ഉലുവയാണെങ്കിൽ ഇതിനകത്ത് കിടന്ന് വെന്തോളും. അത് ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്താൽ മതി. ഇനി കുതിരാത്ത ഉലുവയാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യമേ ചേർക്കണം, എന്നാലേ വേഗമുള്ളൂ. പിന്നെ കഞ്ഞി ഇരുന്ന് കുറുകുകയാണെങ്കിൽ, ഇച്ചിരി സമയം എടുക്കുകയാണെങ്കിൽ, ചിലപ്പോൾ ഇരുന്ന് കുറച്ചുകൂടി കുറുകുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കഞ്ഞി എടുക്കട്ടെ. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും. ഇതിപ്പോൾ ചൂടായിട്ട് ഞാൻ എടുത്ത ഉടനെ അരച്ച തേങ്ങയും എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. ടേസ്റ്റി. ഒരാൾക്ക് ആവശ്യത്തിനുള്ള കഞ്ഞി. ഇതിൽ കൂടുതൽ കഴിക്കണമെങ്കിൽ അങ്ങനെയാകാം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ സൈഡിൽ വെച്ചിട്ട്, കറി സൈഡിലാണ് നമ്മുടെ കിഴങ്ങ് കറി എടുക്കുന്നു. എന്താ കോമ്പിനേഷൻ അല്ലേ? കിഴങ്ങ് കറി, ചുക്ക് കഞ്ഞി, സെറ്റ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാം കേട്ടോ. അച്ചാറ് കഴിക്കാം, പിന്നെന്താ പപ്പടം, അങ്ങനത്തെയൊക്കെ. ഇനി നോൺ വെജ് വേണമെങ്കിലും ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറ വിഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ സെപ്പറേറ്റായിട്ട് പ്ലേറ്റിൽ കഞ്ഞി, സെപ്പറേറ്റായിട്ട് നമ്മൾ കിഴങ്ങ് കറിയും വെച്ചു. ഇനി ഒരു പാത്രത്തിൽ തന്നെ വിളമ്പിയാൽ എങ്ങനെയുണ്ടാവും നോക്കട്ടെ. അത് ഭയങ്കര രസമല്ലേ? യെസ്, കഞ്ഞിയും ചുക്ക് കഞ്ഞി. ഇത് സാധാരണ കഞ്ഞിയല്ല, ഇത് ചുക്ക് കഞ്ഞിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ചുകൂടി തിക്കാകും ഇരിക്കുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഉലുവ കിടക്കുന്നുണ്ടോ? ഇനി അതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ സൈഡിലായിട്ട് ഇങ്ങനെ കിഴങ്ങ് കറി ഇട്ട് കൊടുക്കാം. ഇങ്ങനെയും സെർവ് ചെയ്യാം. ആഹാ, ആവശ്യാനുസരണം ഇതുപോലെ കിഴങ്ങ് കറി ചേർത്തിട്ട് വിളമ്പാം. ഇതും രസമാണ്. ഇത് നോക്കി, ക്വാണ്ടിറ്റി നോക്കി, ഇനി ബാക്കി ഇരിക്കുന്നത് എന്തോരം ഉണ്ടെന്ന് നോക്കി. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 5-6 അല്ല കേട്ടോ, കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാം, പ്രശ്നമില്ല. അങ്ങനെ നല്ല ടേസ്റ്റി ചുക്ക് കഞ്ഞിയും കിഴങ്ങ് കറി കഴിക്കാമോ? ഇത് നോക്കിക്കോളൂ. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിനകത്ത് രണ്ടും കൂടി ഒന്നിച്ച് വിളമ്പിയത്. എങ്ങനെയുണ്ട്? ഹാ, കഞ്ഞി എന്ത് സോഫ്റ്റ് ആയിരിക്കണം നോക്കിയാൽ. ഹാ, ഒരു സോഫ്റ്റ് ഫീലിംഗ് ആണ്. ഒരു ചൂടോടുകൂടി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം. എൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. കാര്യം കിഴങ്ങ് കറിക്ക് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. പപ്പടം കഴിക്കാം കേട്ടോ, വേണമെങ്കിൽ അച്ചാറൊക്കെ വേണമെങ്കിലാണ്. ഒരു കൺവെൻഷണൽ കഞ്ഞി കുടിക്കില്ലല്ലോ. ഇത് നോമ്പ് കഞ്ഞിയാണ്, ചുക്ക് കഞ്ഞി. ഓക്കെ, വളരെ ലൈറ്റ്. നമ്മൾ സ്റ്റൊമക്ക് ആയിരിക്കും, ഭയങ്കര വയറിന് സുഖം ഉണ്ടാവും, ഒരു ഹെവിനെസ്സും ഫീൽ ചെയ്യില്ല. അപ്പോൾ നോമ്പ് തുറ സമയത്ത് അത് ആദ്യത്തെ ചെറു ആഹാരം, അതായത് എന്താ പറയുക, ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സൊക്കെ കഴിച്ച് കുറച്ച് പാനീയങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ പറ്റിയ കഞ്ഞിയുടെ കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത് തിരുവിതാംകൂട് ഭാഗത്തുള്ള, തിരുവിതാംകൂട് ദാറ്റ് ഈസ് ഇൻ തമിഴ്നാട്, നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ വരുന്ന സ്ഥലമാണ്. അവിടുത്തെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഒരു പ്രത്യേക തരം കഞ്ഞിയും കിഴങ്ങ് കറിയാണിത്. ഇത് അവിടുത്തെ പള്ളികളിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ റീക്രിയേറ്റ് ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ നോമ്പ് കാലം തീരുന്നതിന് മുന്നേ ഒരു ദിവസം ഉണ്ടാക്കി നോക്കുക.
ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. ഞാൻ ഈ കഞ്ഞിയൊക്കെ കുടിച്ച് ഇന്ന് എൻ്റെ രാത്രിത്തെ ഡിന്നർ ഇത് തന്നെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കഞ്ഞിയൊക്കെ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. അപ്പം കുറച്ച് കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഡിന്നർ തന്നെ പറയും. അപ്പോൾ നല്ല റമദാൻ ദിന ആശംസകൾ. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.